നല്ലൊരു എല്ലാവരും കാണേണ്ട പടമാണ്. സുരേഷ് സാറിൻ്റെ കോട്ടയം കുഞ്ഞിന് ശേഷമുള്ള നല്ലൊരു പടമാണ് കേട്ടോ. എല്ലാവരും കാണുക. പെങ്ങളുടെ മകനാണ് ഹീറോയായിട്ട് അഭിനയിച്ചത്. അഷ്കർ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റായലക്ഷ്മി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫേസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. സുരേഷ് ബാബുവിൻ്റെ സൂപ്പർ മേക്കിംഗ്. അഷ്കർ പൊളിച്ചും എല്ലാവരും രതീഷേട്ടൻ്റെ മോനായാലും ഓൾ ആർട്ടിസ്റ്റ് ഗംഭീരം. അതുപോലെ ലക്ഷ്മി റായി പോലീസ് വേഷം തകർന്നോ? ഏതാ ലക്ഷ്മി റായി അടിപൊളിയാണ്. ഇത് ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒന്നിനൊന്ന് കോമ്പറ്റീഷനാണ് ആർട്ടിസ്റ്റുകൾ തമ്മിൽ. ഭയങ്കരമായിട്ട് മേക്കിംഗ് സുരേഷ് ബാബു രക്ഷയില്ല. അതുപോലെ ക്യാമറ രവിചന്ദ്രൻ എന്ത് ഗംഭീരമാണ്. ലൊക്കേഷൻസ് എല്ലാവരും വളരെ മനോഹരമായിട്ടാണ് നടത്തിക്കുന്നത്. ഒരു സൂപ്പർ ഹിറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ, എന്താ പറയുക, BGM, അതുപോലെ തന്നെ മറ്റ് അഷ്കർ സൗദാൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അപ്കമിങ് സ്റ്റാറാണ്. അതുപോലെ രതീഷ് സാറിൻ്റെ മകൻ ബാബു ആൻ്റണി സെറ്റൻ, അതുപോലെ നമ്മുടെ റിയാസ് ഖാൻ, എല്ലാവരും നന്നായിട്ടുണ്ട്. നായികമാർ പിന്നെ ലക്ഷ്മി റായ് സൂപ്പറായിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നല്ല പുതുമയുള്ള നല്ലൊരു സിനിമ, എല്ലാവർക്കും കാണാം. നല്ല പടം. ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ? ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നല്ല സ്പീഡിൽ, നല്ല ഭംഗിയിൽ, നല്ല രസത്തിൽ എടുത്തിട്ടുണ്ട്. സീറ്റ് ത്രില്ലറാണോ? ഫുൾ ടൈം എൻഗേജിംഗ് ആയിട്ടുള്ള ത്രില്ലറാണോ? അതെ, ഒരു സമയം പോലും അങ്ങനെ വേസ്റ്റ് ആവാത്തൊരു പടം. അടിപൊളിയായിട്ട്, സ്പെഷ്യലി അഷ്കർ ത്രില്ലർ ജോണുള്ള പടമാണ്. നല്ല പടമാണ്. ഒത്തിരി വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. സുരേഷ് ബാബു സാറിൻ്റെ ഒരു തിരിച്ചറിവായിട്ട് നമുക്ക് പ്രതീക്ഷിക്കും. നന്നായിട്ടുണ്ട്. പിന്നെ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ത്രില്ലർ മൂവിയിൽ. അങ്ങനെ പാട്ടുകൾ ഉണ്ടാവാറില്ല കൂടുതലായിട്ടും. നല്ലൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ കുറേ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോഴേ സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ തന്നെ നിൽക്കുന്ന ഒരു പടമാണ് അത്. കുറച്ച് കുറേയൊക്കെ സൈക്കോ അങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അവസാനം ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കുറച്ചൊരു സ്പീഡിൽ തന്നെ നിന്ന് പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഒരുപാട് നന്നായിട്ടുണ്ട്. താങ്ക് യു. പടം കണ്ട് ഇറങ്ങിയവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? അതിലെ പറഞ്ഞു ഞാൻ തന്നെ ഇങ്ങനെ പറയാം, ഞങ്ങൾ തന്നെ ഇങ്ങനെ പറയാം. കണ്ടവരോട് നിങ്ങൾ ചോദിക്കുക, അവരോട് ചോദിച്ചിട്ട് അവരോട് അഭിപ്രായം ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഞങ്ങൾ കണ്ടതിൻ്റെ കൈയടിയും നിങ്ങൾ ഹാപ്പിയല്ലേ? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞപ്പം കരച്ചിലായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞ് ഇവിടെ വന്നപ്പോൾ കണ്ണു കുറച്ചിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു വില്ലൻ വേഷം ചെയ്തിട്ട് ഞാൻ കരയണത്. സത്യം, വില്ലൻ ചെയ്തിട്ട് കരയുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരൻ റിയാസ് ഭായിയൊക്കെ കൊല്ലുന്നുണ്ടപ്പോൾ ഞാൻ കരഞ്ഞു. സസ്പെൻസ് അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും പടം കാണാൻ ഞങ്ങൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. DNA തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഷോ, ആദ്യത്തെ ഷോ കണ്ടിറങ്ങി. നിങ്ങളെല്ലാവരും കണ്ടതാണ് അല്ലേ? നിങ്ങളും കണ്ടില്ലേ? അപ്പം നിങ്ങൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ പടത്തെ സപ്പോർട്ട് ചെയ്യുക. എന്ത് പറയണം പറഞ്ഞോ. ഇപ്പോൾ ബാബു സാറൊക്കെ ഇതിൽ അടിപൊളി സംഭവം ചെയ്തു വെച്ചാൽ റിയാസൊക്കെ വേറെ ലെവലിൽ അടിച്ച് കയറിക്കൊണ്ട്. അവരൊക്കെ ബാബുസാറൊക്കെ പറയണം, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നതൊക്കെ പറയണം. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് ഡയറക്ടർ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റാണ് അവരെ പെൻസി പ്രൊഡക്ഷൻസ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആണ് ഒരുപാട് സന്തോഷം. സോ ഹാപ്പി, സോ മച്ച് സാറ്റിസ്ഫൈഡ്. ഇപ്പം കണ്ടിറങ്ങുമ്പോൾ
ലൈക്ക് ടുവേർഡ്സ് ദി എൻഡ് ബിക്കോസ് കുറേ വർഷത്തെ എഫോർട്ടാണ് അഷ്കറിൻ്റെ ഈ പ്രോജക്റ്റ് 4-5 വർഷത്തെ ആ എഫോർട്ടിൻ്റെ ഐ തിങ്ക് റിസൾട്ട് നന്നായിട്ട് വന്നിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ലൈക്ക് ഞങ്ങൾ എൻ്റെ അഭിനയിച്ചിരിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കുമ്പം വി ഫീൽ ഓവർവെൽ. ഓക്കെ, ബാക്കി ഇവിടെ നിന്ന് അറിഞ്ഞോ? ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം വരുന്നൊരു വലിയൊരു പടമാണ്, നല്ലൊരു പടമാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫർട്ടും കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇതിലിരിക്കുകയാണ്. ഞങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് ഡയറക്ടർ ടി സുരേഷ് ബാബു സാർ ഈ പടം ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ലോങ് ഷൂട്ടായിരുന്നു. ആ ഷൂട്ടിൻ്റെ എഫക്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ ആർട്ടിസ്റ്റും കുറേ നല്ല ടെക്നീഷ്യൻസും ഒരുമിച്ച് ലോങ് സ്കെഡ്യൂളിൽ വർക്ക് ചെയ്തൊരു പടം. അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വി ആർ ഓൾ വെരി ഹാപ്പി. ഇനി ബാക്കി പ്രേക്ഷകർ വേണം കണ്ടു പറയാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ഇറ്റ്സ് ഇൻ ആൻഡ് ഔട്ട് സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. ആൻഡ് എൻജോയ്. എല്ലാവരും വന്ന് കാണുക, എല്ലാവരും വന്ന് കാണാൻ പറയും. താങ്ക് യു. നല്ലതാണോ? അടിപൊളി. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? കണ്ടു. അല്ല, ക്യാമറ തിരിച്ചു പിടിച്ച് നമുക്ക് അറിവ് വെച്ചാലോ? ഇതൊരു വലിയ മെയിൻ സംഭവമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചിത്രം കാണുമ്പോൾ അറിയാം. ഒരാളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പുതിയൊന്നും പറയാൻ പറ്റില്ല. കാരണം മമ്മൂക്കയുടെ കൂടെ ഒരുപാട് മമ്മൂക്കയുടെ വരുവാനാണ്. അത് നല്ലൊരു ഭാഗ്യമാണ്. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര അടിപൊളിയായിട്ട് രണ്ടേ അടിപൊളിയാണ്. വിത്ത് അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാം സപ്പോർട്ടിന് ഒരുപാട് നന്ദി. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.